ഫ്രണ്ട്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഐഡൻറ്റിറ്റി ആദ്യം ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആഗ്രഹങ്ങൾ നേടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആഗ്രഹത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ആഗ്രഹം നേടിയെടുക്കുവാനുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. അത് ഡിസിപ്ലിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ എങ്ങനെ കോടീശ്വരനായി, അല്ലെങ്കിൽ താങ്കൾ എങ്ങനെ താങ്കളുടെ കരിയറിൽ പ്രൊഫഷണൽ വിജയിയായി, തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോട് പറയുന്നത് കൺസിസ്റ്റൻസി കൊണ്ടും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടും എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്തായിരിക്കണം? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ മേഖലയിൽ സക്സസ്ഫുൾ ആകുവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാകുന്നതിലൂടെ എനിക്ക് കോടീശ്വരനാകുവാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ കരിയർ എന്താണോ അതിൽ സക്സസ്ഫുൾ ആകുവാൻ കഴിയും. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നുകയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ജീവിത രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഞാൻ എൻ്റെ ബോഡിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡൻറ്റിറ്റി സ്വീകരിക്കാൻ കഴിയണം. എങ്ങനെയാണ്? എൻ്റെ ബോഡി നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതിലൂടെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയായി മാറും. ഇതിനെ നമ്മുടെ മനസ്സിൽ അങ്ങോട്ടൊന്ന് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത്, ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശമായിരിക്കും. ഇന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ ക്രമീകരിക്കപ്പെടുവാൻ തുടങ്ങും. ഫ്രണ്ട്സ്, എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നതിലല്ല കാര്യം, നമ്മൾ ആരായി തീരുന്നു എന്നതിലാണ് കാര്യം. ഞാനെന്ന ഒരു ടെക്നിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് വൃത്തിയായിട്ട് ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, എന്താണ് ആകേണ്ടതെന്നുള്ളത്, ഒരു ലക്ഷ്യസ്ഥാനം നമുക്ക് കിട്ടി. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ചോദ്യം സ്വയം അങ്ങോട്ട് ചോദിക്കുക. ഈ ഗോൾ നേടിയെടുത്തിട്ടുള്ള, ഈ ലക്ഷ്യം നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡെയിലി ഹാബിറ്റ്സ് എന്തായിരിക്കും? അത് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആ ആക്ഷൻസ് വൃത്തിയായിട്ട് ബുക്കിലേക്ക് എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം എന്തൊക്കെ ആക്ഷൻസ് എടുക്കണമെന്ന് നമ്മൾ പരിശോധിക്കുന്നു. ആ ആക്ഷൻസ് നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. വലിയ വലിയ ആക്ഷൻസ് എടുക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ഒന്ന് സേവ് ആവാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകുവാനും ആ ഒരു വ്യക്തിയായി മാറുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ആഗ്രഹം സാധിക്കുക എന്നുള്ളതല്ല, ആ ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നമുക്ക് 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ നടക്കേണ്ടി വരുന്നു. എന്തായാലും അത് പോയേ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ടോർച്ചാണ്. ഈ ടോർച്ചിൻ്റെ വെട്ടം ഉപയോഗിച്ച് നമുക്ക് ഇരുട്ടുള്ള ആ ഒരു രാത്രിയിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുവാൻ കഴിയും. എങ്ങനെയാണ്? ഓരോ 200 മീറ്റർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ 100 മീറ്റർ കഴിയുമ്പോൾ അടുത്ത 100 മീറ്റർ പോകുവാനുള്ള പ്രകാശം ആ ഒരു ടോർച്ച് നമുക്ക് നൽകുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യം. ഏതെങ്കിലും ചെറിയ ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്തെന്നില്ലാത്ത ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇട്ടു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയായി മാറുവാൻ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സമ്പന്നനാകുവാനാണോ, കരിയറിൽ ഉയർച്ചയിലെത്തുവാനാണോ, എന്തായി തീരുവാൻ ആഗ്രഹിക്കുന്നുവോ അതിന് തക്കതായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അതിലൂടെ നമുക്ക് ആ വ്യക്തിയായി തീരുവാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഫ്രണ്ട്സ്, മാനിഫെസ്റ്റേഷൻ കോഴ്സുകളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു മികച്ച മാനിഫെസ്റ്ററായി തീരുവാൻ എങ്ങനെ കഴിയുമെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിലൂടെ മിതമായ ഫീസ് നിരക്കിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നല്ലൊരു മാനിഫെസ്റ്ററായി നിങ്ങൾക്ക് മാറുവാൻ കഴിയുന്നതാണ്.